ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായവും 13-ാം അധ്യായവും നാം വായിക്കുമ്പോൾ ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് വിശുദ്ധ നാട്ടിലേക്കുള്ള പുറപ്പാടാണ്. ഈ പുറപ്പാടിനെ അനുസ്മരിച്ചുകൊണ്ടാണ് യഹൂദജനം പെസഹ ആചരിക്കുന്നത്. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെടുന്നതിന് അവർക്ക് ദൈവം കാണിച്ചു കൊടുത്ത വഴികളിലൂടെ അവർ സഞ്ചരിക്കുകയാണ്. ഇസ്രായേൽ സമൂഹം ആകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ പെസഹ ആചരിച്ചിരുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട്. അത് ആട്ടിടയന്മാരാണ്. ഇസ്രായേൽ ജനം ആകുന്നതിന് മുമ്പ് തന്നെ ആട്ടിടയന്മാർ പെസഹ ആചരിച്ചിരുന്നു. അവരുടെ പെസഹ ആചരണം എന്നത് അവരുടെ ആടുകളെ മേയ്ക്കുവാൻ വേണ്ടി ആടുകൾക്കുള്ള പുല്ലുകൾ ലഭിക്കാതെ വരുമ്പോൾ മറ്റ് സ്ഥലത്തേക്ക് അവർ യാത്ര പോകാറുണ്ട്. ഋതുഭേദങ്ങളും കാലാവസ്ഥ വ്യതിയാനങ്ങളും എല്ലാം സംഭവിക്കുമ്പോൾ പുതിയ മേച്ചിൽ സ്ഥലങ്ങൾ തേടി തൻ്റെ ആടുകളുമായി ആട്ടിടയന്മാർ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ അവർ പുറപ്പെടുന്ന ദിവസം, ആ പുറപ്പെടുന്ന ദിവസത്തിന് വലിയ ആഘോഷമായി അവർ നടത്താറുണ്ട്. അവരെല്ലാവരും സഹഘോഷം ഒന്നുചേർന്ന് അവർ ആഘോഷിക്കുക പതിവാണ്. അവർ അവയെ പെസഹ എന്ന് വിളിച്ചിരുന്നു. ഒരു കടന്നുപോകലാണ്. അവരായിരുന്ന സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒരു കടന്നുപോകലാണ്. അതുപോലെ തന്നെ മറ്റൊരു തിരുനാളാണ് മാസോത്ത്. കർഷകർ തൻ്റെ വിളവെടുപ്പിൻ്റെ ഫലം ദൈവത്തിന് സമർപ്പിക്കുകയാണ്. തങ്ങൾക്ക് ലഭിച്ച പുതിയ ഫലങ്ങളുമായി അവർ ദൈവത്തിനു മുമ്പിൽ കാഴ്ച സമർപ്പിക്കുന്നു. ഈ ധാന്യത്തിന്, അല്ലെങ്കിൽ നെല്ലിന്, അല്ലെങ്കിൽ ഗോതമ്പിന്, ഈ ധാന്യം അതിൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോകാതെ എന്ന് പറയുമ്പോൾ പുളിപ്പില്ലാത്ത വിധം ദൈവത്തിന് സമർപ്പിക്കുന്നു. അവർ ദൈവത്തിന് നന്ദി പറയുവാനും അവരാഘോഷിക്കാനുമായി ആ ദിവസം തിരഞ്ഞെടുക്കുന്നു. അതിനെയാണ് മാസോത്ത് പെരുന്നാൾ എന്ന് പറയുക. അപ്പോൾ ഇസ്രായേൽ ജനത ഉദ്ഭവിക്കുന്നതിന് മുമ്പ് തന്നെ പെസഹ തിരുനാളും മാസോത്ത് പെരുന്നാളും ഉണ്ടായിരുന്നു. കാലക്രമത്തിൽ പെസഹ പെരുന്നാളും മാസോത്ത് പെരുന്നാളും ഒന്നിച്ചു ചേർത്ത് അവ ഇസ്രായേൽ ജനത്തിൻ്റെ കടന്നുപോകലുമായി ബന്ധപ്പെടുത്തി. ഇസ്രായേൽ ജനം ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന് ദൈവം കാണിച്ചു തന്ന വിശുദ്ധ നാട്ടിലേക്കുള്ള യാത്ര പുറപ്പെടുകയാണ്. ചരിത്രപ്രസിദ്ധമായ ചെങ്കടൽ കടന്ന് ഇസ്രായേൽ ജനം ദൈവം കാണിച്ചു കൊടുത്ത വിശുദ്ധ നാട്ടിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു. ആ ദിനത്തെ വിശുദ്ധ ദിനമായി അവർ കരുതിയിരുന്നു. വിമോചനത്തിൻ്റെ ദിനമായി അവർ കരുതിയിരുന്നു.
പ്രിയ സഹോദരങ്ങളെ, എങ്ങനെയാണ് പെസക ആചരിക്കണമെന്ന് പുറപ്പാട് പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇസ്രായേൽ ജനത ഉദ്ഭവിക്കുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്ന 2 പെരുന്നാളുകളും ഒന്നിച്ചു ചേർത്ത് അത് ഇസ്രായേൽ ജനത തൻ്റെ പുറപ്പാട് സംഭവമായി കൂട്ടിച്ചേർത്ത് ചരിത്ര സംഭവമായ ചെങ്കടൽ കടന്നുള്ള വിശുദ്ധ നാട്ടിലേക്കുള്ള യാത്രയുമായി ചേർത്ത് അവരുടെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങൾ അവർ പറയുകയാണ്, അവർ ആചരിക്കുകയാണ്. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയ ഇസ്രായേൽ ജനത്തിനെ നയിക്കുവാൻ ദൈവം മോശയെ തിരഞ്ഞെടുക്കുകയും മോശയിലൂടെ ദൈവം ജനത്തെ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യുന്ന ചരിത്ര വലിയ സംഭവം, അല്ലെങ്കിൽ ചരിത്രത്തിൽ ഏറ്റവും വലിയ സംഭവം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെ അവരെ ദൈവം കൂട്ടിക്കൊണ്ട് വരുന്നു. ആ ദിവസം അവർ മുന്നിൽ കണ്ടുകൊണ്ട് അവർ ആ ദിവസം പെസക ആചരിക്കുകയാണ്. പെസക എങ്ങനെ ആചരിക്കണമെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മളെയും ദൈവം നയിക്കും. ആ പ്രത്യാശയോടെ പ്രതീക്ഷയോടു കൂടി നമുക്കും ജീവിക്കാം. ഈശോയെ, ഞങ്ങളെയും ആ വിശുദ്ധ ദിനം ആചരിക്കുവാൻ തക്കവിധം ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.